ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കിടിലൻ ഐഡിയ ഉണ്ടോ? അതിനെ എങ്ങനെ ഒരു റിയാലിറ്റിയാക്കി മാറ്റാം അല്ലേ? നിങ്ങളുടെ ആ ഒരു കിടിലൻ ആശയത്തിന് ഒരു രൂപവും ഭാവവുമൊക്കെ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ഉണ്ട്. പക്ഷേ അതിനെ എങ്ങനെ ലാഭം തരുന്ന ഒന്നാക്കി മാറ്റും? ഈ ഒരു ചോദ്യമുണ്ടല്ലോ, ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. അതിന്റെ ഉത്തരം സത്യം പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. നമുക്ക് വേണ്ടതെന്താ? ഒന്ന്, വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ്, അതായത് ഒരു പ്ലാൻ, ഒരു രൂപരേഖ. പിന്നെ അത് പടുത്തുയർത്താൻ കഴിവുള്ള ബിൽഡേഴ്സ്, ശരിയായ ആളുകൾ. അപ്പോ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? ആദ്യം തന്നെ ഈ പറയുന്ന ബ്ലൂ പ്രിന്റ് എന്താണെന്ന് നോക്കാം. ബിസിനസിന്റെ ഭാഷയിൽ ഇതിനെ നമ്മൾ ഓർഗനൈസിംഗ് എന്ന് പറയും. വേറൊന്നുമല്ല, കാര്യങ്ങളെല്ലാം നല്ല കൃത്യമായി ഒന്ന് ചിട്ടപ്പെടുത്തുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ലൂയിസ് ആലൻ എന്ന ആളുടെ വളരെ ഫേമസ് ആയൊരു ഡെഫിനിഷനാണ്. അപ്പോൾ എന്താണ് ഈ ഓർഗനൈസിംഗ് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം. ആദ്യം എന്തൊക്കെ ജോലികളാണ് ചെയ്യാനുള്ളതെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. പിന്നെ ഓരോരുത്തർക്കും എന്താണ് അവരുടെ റോൾ, അവരുടെ ഉത്തരവാദിത്തം എന്ന് കൃത്യമായിട്ടങ്ങ് പറഞ്ഞു കൊടുക്കുക. അവസാനം എല്ലാവർക്കും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു കാതൽ. അപ്പോൾ ഈ പറയുന്ന ബ്ലൂ പ്രിന്റിന് എന്താ ഇത്ര പ്രാധാന്യം അല്ലേ? പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് സ്പെഷ്യലൈസേഷനാണ്. അതായത് ഒരാൾ ഒരു ജോലി തന്നെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ എക്സ്പേർട്ടാടും, പ്രൊഡക്ടിവിറ്റി കൂടും. രണ്ടാമത്, ആര് എന്ത് ചെയ്യണം, ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്നതിലൊക്കെ നല്ല ക്ലാരിറ്റി വരും, കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, അത് പണമായാലും സമയമായാലും വെറുതെ വേസ്റ്റ് ആകില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ നമ്മുടെ ബിസിനസ് വളർത്തണമെങ്കിൽ, പുതിയ ഡിപ്പാർട്ട്മെന്റുകളോ പ്രൊഡക്റ്റുകളോ തുടങ്ങണമെങ്കിൽ അതിന് നല്ലൊരു അടിത്തറ ഇത് നൽകും. ശരി, അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുവാണ്, നമ്മുടെ കമ്പനിക്ക് ഏത് തരം സ്ട്രക്ചറാണ് വേണ്ടത്? പ്രധാനമായിട്ടും നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യുക. അതിന് നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയും. അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയോ ഡിവിഷൻ്റെയോ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുക. അതാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഇവിടെ നോക്കൂ, ഫങ്ഷണൽ സ്ട്രക്ചറിൽ സംഭവം സിമ്പിളാണ്. മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR എന്നിങ്ങനെ ഒരേപോലുള്ള ജോലികളെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരും. ഇതിന്റെ ഗുണമെന്താ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ ഫീൽഡിൽ നല്ല ഡീപ്പ് നോളജ് ഉണ്ടാകും. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിൽ അങ്ങനെയല്ല. അവിടെ ഓരോ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ ഏരിയയ്ക്കും വേണ്ടി ഓരോ ഡിവിഷനുകളുണ്ടാകും. ഇത് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റിയും വേഗതയും കൊടുക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഒരേപോലുള്ള ജോലികൾ പല ഡിവിഷനുകളിലും നടക്കുന്നുണ്ടാകും. അതൊരു നഷ്ടമാണ്. ഡിവിഷനുകൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ആവശ്യം എന്താണോ അതനുസരിച്ചായിരിക്കണം ഈ തീരുമാനം. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ കാര്യം ഏകദേശം സെറ്റായി. ഇനി ആരാ വേണ്ടത്? ഈ ബ്ലൂ പ്രിന്റിന് ജീവൻ കൊടുക്കുന്ന ബിൽഡേഴ്സ് അല്ലേ? അവിടെയാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ വരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ടീമിലേക്ക് ശരിയായ ആളുകളെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുക എന്ന പരിപാടി. അപ്പോൾ എന്താണ് ഈ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷനിലെ ഓരോരോ പൊസിഷനിലേക്കും ആവശ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, അവരെ ഹയർ ചെയ്യുക, പിന്നെ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു മൊത്തം പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ആളുകളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും ഈ ഒരു ഫംഗ്ഷന്റെ കീഴിലാണ് വരും. ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, മാൻ പവർ പ്ലാനിംഗ്. അതായത് നമുക്കെത്ര ആളുകളെ, എങ്ങനെയുള്ള ആളുകളെയാണ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്യണം. 2, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. കഴിവുള്ളവരെ കണ്ടെത്തി അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ആള് തിരഞ്ഞെടുക്കണം. 3, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. വന്നവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുത്ത് അവരെ വളർത്തണം. 4, പെർഫോമൻസ് അപ്രൈസൽ. അവരുടെ പ്രകടനം എങ്ങനെ ഉണ്ടെന്ന് കൃത്യമായി വിലയിരുത്തണം. ഈ 4 കാര്യങ്ങളും ഒത്തുചേരുമ്പോഴാണ് നമുക്കൊരു കിടിലൻ ടീമിനെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ടീമിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അതായത് റിക്രൂട്ട് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും അവരെ വളർത്തിയെടുക്കുന്നതുമൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ഫ്ലിപ്പോയുടെ ഒരു കോട്ട് നോക്കൂ. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കഴിവുള്ളവരെ തേടിപ്പിടിക്കുക എന്നല്ല, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക, അവരെ അട്രാക്റ്റ് ചെയ്യുക എന്നതുകൂടിയാണ്. അതായത് നമ്മളൊരു ജോലി ഒഴിവുണ്ട് എന്നറിയിക്കുക മാത്രമല്ല, ഇവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത് എന്നവരെക്കൊണ്ട് തോന്നിപ്പിക്കണം. ഒരുപാട് അപേക്ഷകൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സെലക്ഷനാണ്. ഇതൊരു ഫിൽട്ടറിംഗ് പ്രോസസ്സാണെന്ന് പറയാം. നമ്മളൊരു അരിപ്പ വെച്ചരിക്കുന്നത് പോലെ ആദ്യം കിട്ടിയ ആപ്ലിക്കേഷനുകളൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്യും. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവിന് വിളിക്കും. പിന്നെ ചിലപ്പോൾ പലതരം ടെസ്റ്റുകൾ കാണും. അവരുടെ പഴയ റെഫറൻസുകൾ ചെക്ക് ചെയ്യും. അങ്ങനെ പല കടമ്പകൾ കടന്ന് ഒരു ഫൈനൽ ഇന്റർവ്യൂ,
ഒടുവിൽ ഇതെല്ലാം പാസ്സാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കും. പക്ഷേ ഒന്നോർക്കുക, ഒരാളെ ഹയർ ചെയ്യുന്നതോടെ നമ്മുടെ പണി തീർന്നു എന്ന് വിചാരിക്കരുത്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ശരിക്കുള്ള പണി തുടങ്ങുന്നത്. കാരണം ഒരാളെ കിട്ടുന്നതിലല്ല, അയാളുടെ വളർച്ചയിലാണ് കാര്യം. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. അവിടെയാണ് ട്രെയിനിങ് ഒരു ഹീറോയെ പോലെ വരുന്നത്. ഫ്ലിപ്പോ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ജോലി ഏറ്റവും നന്നായി ചെയ്യാൻ ആവശ്യമായ അറിവും സ്കില്ലും കൂട്ടിക്കൊടുക്കുന്നൊരു പരിപാടിയാണ് ട്രെയിനിങ്. ശരിക്കും പറഞ്ഞാൽ ഒരു എംപ്ലോയിയുടെ ഉള്ളിലുള്ള മുഴുവൻ പൊട്ടൻഷ്യലും പുറത്തെടുക്കാനുള്ള ഒരു താക്കോലാണ് ട്രെയിനിങ്. ട്രെയിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. അവരുടെ പെർഫോമൻസ് കൂടും, അവരുടെ കോൺഫിഡൻസ്, അതായത് മൊറേൽ ബൂസ്റ്റ് ആവും. പിന്നെ എപ്പോഴും അവരുടെ തലയ്ക്ക് മുകളിൽ ഒരാൾ സൂപ്പർവൈസ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം വരില്ല. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കൂട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. എംപ്ലോയിക്കും ഗുണം, കമ്പനിക്കും ഗുണം. അവസാനമായി പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പെർഫോമൻസ് അപ്രൈസൽ. അതായത് ഒരു ജീവനക്കാരന്റെ ജോലിയിലുള്ള പെർഫോമൻസ് എങ്ങനെയാണ്, അവർക്കിനിയും വളരാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ കൃത്യമായി വിലയിരുത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണിത്. എന്തിനാണിത് ചെയ്യുന്നത്? നമ്മുടെ ടീം എപ്പോഴും ടോപ്പ് ഫോമിലാണെന്നും കമ്പനിയുടെ ഗോളുകളുമായി അലൈൻഡ് ആണെന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയാണിത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് പണിയാൻ കഴിവുള്ള ആളുകളില്ല. കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിൽഡേഴ്സ് നിങ്ങളുടെ ടീമിലുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് പറയാനൊരു ബ്ലൂ പ്രിന്റുമില്ല. അപ്പോൾ അതും ശരിയാവില്ല. അതുകൊണ്ട് ഓർക്കുക, ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. വിജയത്തിന് രണ്ടും ഒരുപോലെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ബ്ലൂ പ്രിന്റ് ക്ലിയറാണോ? അത് പടുത്തുയർത്താൻ വേണ്ട ശരിയായ ബിൽഡേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോലിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ.